അല്ല, ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരമായി പടം. നമ്മൾ ഇത്രയും ഗംഭീരമാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ ബോംബെയിലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ട്, അശ്വിൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര രസമുണ്ട് പടം. ഫൈനലി അവിടുത്തെ 1-2 പേര് കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഏറ്റവും എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷെ നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നാലും മലബാർ ഏരിയയിൽ വൻ ഹിറ്റാണ്. വൻ ഹിറ്റ് തന്നെ ഭയങ്കര ഗംഭീരമാണ്. ഇവിടെയും അത് തന്നെയാണ് സിനിമ. പക്ഷേ ഇവിടെ കുറച്ച് റണ്ണിങ് ആയ കുറേ സിനിമകളുണ്ട്. അപ്പോൾ അവർക്ക് തിയേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടാമെന്ന് പറഞ്ഞേക്കേണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ. പിന്നെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം കൊണ്ടും, അതായത് ഇപ്പോൾ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ്. ഇപ്പോൾ മറ്റേ പ്രണയലു ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഭ്രമയുഗം വേറൊരു ജോണറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റും അത് മാത്രമല്ല വേറൊരു ജോണറാണ്. അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും വേറൊരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത്. പക്ഷെ ഇത് അതുപോലെ വേറൊരു മൂഡാണ്, ഫുൾ ഫൈറ്റാണ്. എന്നാൽ ഫാമിലി, പിന്നെ കോമഡിയും റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ട് പാക്ക്ഡാണ് സിനിമ. കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നത്, നമ്മൾ മനസ്സിൽ കണ്ട ആ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങിയോ പടം എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ട്. അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രസ് മീറ്റാണത്, തുറന്നു പറയാം. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എന്താണെങ്കിലും ഇനി ഇത് ജനങ്ങൾ കാണണം, ജനങ്ങളിലേക്ക് എത്തണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ പറഞ്ഞ പോലെ പ്രൊമോഷന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചതാണ്. രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ ഈ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്കാവാതെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ച മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് കുറവ് വരുന്ന എനിക്ക് തോന്നുന്നു. പടത്തിന്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിതിനകത്ത് സംസാരിക്കുന്നത് അനധികൃത മണൽക്കടത്ത്, മണൽ മാഫിയ പോലുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്താ പറ്റിയെന്ന് വെച്ചാലേ, ഞാൻ ഭയങ്കര എന്താ പറയാ, ഇമോഷണലി ഭയങ്കര ഓവർവെൽഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകും. ഞാൻ മാറിയതാ, മനഃപൂർവ്വം മാറിയതാ. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ വേഷം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മൂവി ആദ്യമായിട്ട് ഷോൾഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എല്ലാ മനുഷ്യരെയും പോലെ തന്നെ അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനഃപൂർവ്വം ആ സമയത്ത് മാറിയുന്നതാണ്. നോർമലി ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീഡ് റോൾ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ചൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. ഈ സിനിമയിൽ എന്താണ് ഒരു കുക്ക് ചെയ്തൊരു എലമെന്റ് എന്താണ്? എനിക്ക് ഇതിന്റെ അടി നല്ല ഫൈറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ ഭയങ്കര നാടൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ഒരാളാണ്. എനിക്ക് അവിടെ ഭയങ്കര റിലേറ്റബിലിറ്റി തോന്നി. എനിക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നിയതുകൊണ്ടാണ് ഞാനത് പിടിച്ചത്. ഇതൊരു മാസ് ക്യാരക്ടറൊന്നുമല്ല, ഒരച്ഛൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണല്ലോ അഖിലിന്റെ ബാബ. അപ്പോ ഒരു സന്ദർഭത്തിൽ അയാള് അങ്ങനെ ഒരു സംഭവം പറയാനുള്ള സിറ്റുവേഷൻ അതിലുണ്ടായിരുന്നു. മകനോട് അവസാനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ, എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണ് അയാൾ പറയുന്നത്. അത് എൻ്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. അവനെങ്ങനെയെങ്കിലും അതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആ വാപ്പാക്ക് ഉണ്ടായിരുന്നത്.
പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് പറയുകയാണ്. അപ്പോൾ പറയുമ്പോൾ അതൊരു ക്ലൈമാക്സ് ലീഡാണ്. അവിടെ കയ്യടിയൊക്കെ കിട്ടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്സ് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനെയൊന്നുമല്ല. കഥ പറയുമ്പോഴും ഞാൻ എൻ്റെ അടുത്ത് സജിൽ വന്നിട്ട് ഈ കഥ എൻ്റെ വീട്ടിൽ വന്ന് കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്യുമോ, എനിക്ക് ചാൻസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞില്ല, സജിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ്. അങ്ങനെ ഞാനും പറഞ്ഞപ്പോൾ ലൈക്ക് നമുക്ക് ഈ സൈസ് വെച്ച് ചെയ്യണം, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അവിടെ നിന്ന് ഞാൻ പ്രിപ്പയർഡ് ആവണമായിരുന്നു. ഞാനിത് ഡയലോഗൊക്കെ പറഞ്ഞു നോക്കി തനിച്ചിരുന്ന്, അപ്പം അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ, കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനമായതുകൊണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ അഭിനയിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ സജിനോട്, സജില് കുഴപ്പമുണ്ടോ, ഇല്ല ഓക്കെ 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 എന്ന് പറഞ്ഞു. പിന്നെ അത് തന്നെ നമ്മൾ ചിലപ്പോൾ ചില ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് സജിനോട് ഞാൻ പറഞ്ഞു നോക്കും, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, ഇത് മതി, ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ ഇത് മതി, അങ്ങനെയൊക്കെ. ചില സീൻ അങ്ങനെ 2 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അപ്പം അത് അതിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അല്ലേ, അങ്ങനെ പല സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സീൻ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇങ്ങനെ അല്ലേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. ആൾക്കാർ സിനിമ കണ്ടിട്ട് പലരും വിളിച്ചതിനോട് പറഞ്ഞു അപേക്ഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് വലിയ സിനിമയിലുള്ള വലിയ നടന്മാർ വരെ ഡയറക്ടേഴ്സ് വരെ എന്നെ വിളിച്ച് പറഞ്ഞു നീ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട്. നടന്മാരും പറഞ്ഞു എന്നോട് നന്നായിട്ട് ചെയ്തു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാനും. എന്തായാലും പടം ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച തിയേറ്റർ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഉണ്ട്, കണ്ടവരെല്ലാവരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കൂടുതൽ തിയേറ്ററുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഒരാളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മാറി ആ ചോദ്യം ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം മാറി ഈ ജനറേഷനിലെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന എന്നെ ഏൽപ്പിക്കുന്ന ജോലി ആരും മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓടിച്ചതില്ല, എങ്ങനെയാണ് കുഴപ്പമില്ല, ഇല്ല ആവശ്യമില്ല, ഓക്കെയാണ്. കാരണം ഇതിൻ്റെ വേറെ സംഭവം കൂടെ ഉണ്ടായി. ഇത് ശരിക്കും മാമുക്കോയെ ചെയ്യേണ്ട വേഷമായിരുന്നു. ആദ്യം ഞാനായിരുന്നു. പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയുമോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമുക്കോയിലേക്ക് പോയി. പിന്നെ അതിനുശേഷമാണ് തിരിച്ച് എന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാമുക്കോയ ചെയ്യേണ്ട കഥ നെറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് നിങ്ങൾ കണ്ടതല്ലേ, ആ പുഴയുടെ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുടുംബത്തുമ്പള്ളി വന്ന് തന്നെ ഹഗ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ട വിഷമമായി പോയി. മാമുക്കോയൻ്റെ ഒരു വേഷം അങ്ങനെ. പിന്നീട് അവിടെ നിന്ന് ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ്. ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓടിയുന്ന ഡയറക്ടർ എന്നോട് ഓക്കെയാണ്, അസോസിയേറ്റ് ആയിട്ട് ചോദിക്കും, കൂടെ അഭിനയിക്കുന്നവരോട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇത് തന്നെ വേറെ ടൈപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന്. അത് നമുക്ക് അങ്ങനെ നോക്കാം. ചിലര് ഇത് മതി എന്ന് പറയും, ചിലത് പല കാരണങ്ങളും ഉണ്ടായിരിക്കും ഇത് മതി എന്ന് പറയണം. അതുപോലെ തന്നെയാണ് ഡബിങ് സമയത്തും ഏത് പടമാണെങ്കിൽ ഒരു ഡയലോഗ് 2-3 ടൈപ്പ് ഞാൻ ഡബ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെന്ന് പറഞ്ഞാല്, ഇങ്ങനെന്ന് പറഞ്ഞാല്. അപ്പൊ അവര് പറയാം ഇത് കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞാൽ ഇത് ഓക്കെ, ഇത് മതി എന്ന് തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാൻ തന്നെ വേറൊരു കാര്യമുണ്ട്. ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. നോ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി നന്നാക്കാം എന്ന് വേൾഡ് ടോക്കാണത്. ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. ഈ സിനിമയിൽ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിന്റെ നായകൻ വില്ലൻ എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഇപ്പോ രണ്ടുപേരുടെ ജോലിയാണ് ചെയ്യുന്നത്. പോലീസിന്റെ ജോലി ചെയ്യുന്നു, മണല് വരുന്ന ആ ജോലിയൊക്കെ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു നായകൻ വില്ലൻ എന്നാൽ അത്ര ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കഥ ഹക്കീമിനോട് പറയുമ്പോഴും രഞ്ജിത്തിനോട് പറയുമ്പോഴും ഒരൊറ്റ കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് നായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളത്. ഒരു റിയൽ കുറെ മലപ്പുറത്തുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. റിയലായിട്ട് നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ആണ്. അപ്പം റിയലായിട്ട് നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്താലേ അത് വർക്ക് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം ഉണ്ടായിട്ടാണ്.
ഞാൻ അശോകനോടായാലും ആരോട് കഥ പറയുമ്പോഴും ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ മമ്പാട് നിലമ്പൂർ ഭാഗത്ത് നടന്നിട്ടുള്ള ഞാൻ വളർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളും ഇപ്പോഴും അവിടുത്തെ പത്ര കട്ടിങ്സ് ഒക്കെ ഉണ്ട്. നമുക്കത് അങ്ങനെ കണ്ട് പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരിക്കലും ഈ പറയുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആക്കാനും അല്ലെങ്കിൽ അത് തടയുന്ന ആളെ നായകനാക്കാനും പറ്റത്തില്ല. അപ്പം അവരുടെ പ്രശ്നം അവരുടേതായിട്ടുള്ള അവര് ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. കാര്യം വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാല് മണലെടുക്കുന്നത് നിർത്തിയിട്ട് പാസ് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് പാസ് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഈ ക്രഷർ പരിപാടികൾ വന്നതിന് ശേഷം അങ്ങനെ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി, പാസ് കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി. ഇപ്പൊ അവര് അതിനു വേണ്ടി നിത്യം കളക്ടർ ഓഫീസിലും ഒക്കെ പോയിട്ട് സമരം ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അത് നമ്മള് ലീഗലി പറയുകയാണെങ്കിൽ ചില സമയത്ത് മണലെടുക്കുന്നതാണ് നമ്മുടെ നാച്ചുറൽ നല്ലത്, ചില സമയത്ത് മണലെടുക്കുന്നത് ഇതാണ്. അപ്പൊ നോർമൽ അച്ഛൻ മകനെ എങ്ങനെ നന്നാക്കാവുന്നില്ല, അവസാനമായിട്ട് ഭയങ്കര മാസമായിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു അതിന്റെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്. എനിക്ക് അതവിടുത്തെ റോഡിന് വേണ്ടി ചെയ്യാൻ താല്പര്യമുണ്ട്. ഇനി അതവിടുത്തെ റോഡുകൾ ചെയ്യാൻ താല്പര്യം. ഇതൊരു മാസ് ക്യാരക്ടറൊന്നുമല്ല, ഒരച്ഛൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണായാലും അഖിലിന്റെ ബാബ. അപ്പോ ഒരു സന്ദർഭത്തിൽ അയാള് അങ്ങനെ ഒരു സംഭവം പറയാനുള്ള സിറ്റുവേഷൻ അതിലുണ്ടായിരുന്നു. മകനോട് അവസാനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ, എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ടാണ് അയാൾ പറയുന്നത്. അത് എൻ്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല, അവനെങ്ങനെയെങ്കിലും അതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആ വാപ്പാക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് പറയുകയാണ്. അപ്പൊ പറയുമ്പോൾ അതൊരു ക്ലൈമാക്സ് ലീഡാണ്, അവിടെ കയ്യടിയൊക്കെ കിട്ടി. എന്ന് പറഞ്ഞാൽ ഞാൻ മാസ് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനെയൊന്നുമല്ല. കഥ പറയുമ്പോഴും ഞാൻ എൻ്റെ അടുത്ത് സജിൽ വന്നിട്ട് ഈ കഥ എൻ്റെ വീട്ടിൽ വന്ന് കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്യുമോ, എനിക്ക് ചാൻസ് ചെയ്യാൻ പറ്റുമോ? അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ സാധാരണ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ്. അങ്ങനെ ഞാനും പറഞ്ഞപ്പോൾ നമുക്ക് ഈ സൈസ് വെച്ച് ചെയ്യണം, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അവിടെ നിന്ന് ഞാൻ പ്രിപ്പയർഡ് ആവണമായിരുന്നു. ഞാനിത് ഡയലോഗൊക്കെ പറഞ്ഞു നോക്കി തനിച്ചിരുന്ന്, അപ്പൊ അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ, കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനമായതുകൊണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ അഭിനയിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ സജിനോട്, സജില് കുഴപ്പമുണ്ടോ, ഇല്ല ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അത് തന്നെ നമ്മള് ചിലപ്പോൾ ചില ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് സജിനോട് ഞാൻ പറഞ്ഞു നോക്കും, ഇങ്ങനെ പറഞ്ഞാൽ മതിയാ, ഇത് മതി, ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ ഇത് മതി, അങ്ങനെയൊക്കെ. ചില സീൻ അങ്ങനെ 2 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അപ്പൊ അത് അതിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അല്ലേ, അതിന് പല സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സീൻ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇങ്ങനെ അല്ലേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. ആൾക്കാർ സിനിമ കണ്ടിട്ട് പലരും വിളിച്ചതിനോട് പറഞ്ഞു അപേക്ഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് വലിയ സിനിമകളുള്ള വലിയ നടന്മാർ വരെ ഡയറക്ടേഴ്സ് വരെ എന്നെ വിളിച്ച് പറഞ്ഞു നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട്. നടന്മാരും പറഞ്ഞു എന്നോട് നന്നായിട്ട് ചെയ്തു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും പടം ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച തിയേറ്റർ കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഉണ്ട്, കണ്ടവരെല്ലാവരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കൂടുതൽ തിയേറ്ററുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേപോലെ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഒരാളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മാറി ആ ചോദ്യം ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം മാറി ഈ ജനറേഷനിലെ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന എന്നെ ഏൽപ്പിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓടിച്ചതില്ല, ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട് ഇല്ല, ആവശ്യത്തിൽ ഓക്കെയാണ്. കാരണം ഇതിൻ്റെ വേറെ സംഭവം കൂടെ ഉണ്ടായി. ഇത് ശരിക്കും മാമുക്കോയെ ചെയ്യേണ്ട വേഷമായിരുന്നു. ആദ്യം ഞാനായിരുന്നു, പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയുമോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമുക്കോയിലേക്ക് പോയി. പിന്നെ അതിനുശേഷമാണ് തിരിച്ച് എന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെന്നോട് പറയുന്നത് ഇത് മാമുക്കോയ ചെയ്യേണ്ട കഥ നെറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് നിങ്ങൾ കണ്ടതല്ലേ, ആ പുഴയുടെ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് മുഖത്തുപുള്ളി വന്ന് തന്നെ അങ്ക് ചെയ്തിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട വിഷമമായി പോയി, മാമുക്കോയൻ്റെ ഒരു വേഷം.
അങ്ങനെ പിന്നീട് അവിടുന്ന് ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ്. ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓടിയുന്ന ഡയറക്ടർ എന്നോട് ഓക്കെയാണ് അസോസിയേറ്റ് ആയിട്ട് കൂടെ അഭിനയിക്കുന്നവരോട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇതിന് വേറെ ടൈപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന്. അത് നമുക്ക് അങ്ങനെ നോക്കാം. ചിലര് ഇത് മതി എന്ന് പറയും, ചിലത് പല കാരണങ്ങളുണ്ടായിരിക്കും ഇത് മതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഡബിങ് സമയത്തും ഏത് പടമാണ് ഞാൻ ഒരു ഡയലോഗ് 2-3 ടൈപ്പ് ഞാൻ ഡബ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെന്ന് പറഞ്ഞാല്, ഇങ്ങനെന്ന് പറഞ്ഞാല്. അപ്പൊ അവര് പറയാം ഇതാ കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ നമ്മള് എല്ലാം നമ്മൾ പറഞ്ഞ ഇത് ഓക്കെ ഇത് മതി എന്ന് തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൊണ്ടുകൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറയാൻ തന്നെ വേറൊരു കാര്യമുണ്ട്. ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. നോ കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ആരുമില്ല ഇവിടെ. കാരണം എന്താ വെച്ചാല് നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി നന്നാക്കാം എന്ന് വേൾഡ് ടോക്കാണത്. ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. കടകൻ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിൽ പോയിട്ട് കണ്ടാലേ അതിന്റെ ഫീൽ കിട്ടുള്ളൂ. ഈ ജിക്കു ഒരുപാട് സൗണ്ടിൽ കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അശോകേട്ടന്റെ ക്യാരക്ടർ ഞങ്ങൾ ക്യാരക്ടർ പോസ്റ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് അശോകേട്ടന്റെ ആ ക്യാരക്ടറിന്റെ പ്ലേസ്മെന്റ് അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. അപ്പൊ മൊത്തത്തിൽ ഫൈറ്റ് ആണെങ്കിലും അതിന്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഗോപിച്ചേട്ടന്റെ മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും അത് വലിയ സ്ക്രീനിൽ നിന്ന് കാണണം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാം. ഒരുപാട് വലിയ സിനിമകളുണ്ട്, അതിന്റെ കൂട്ടത്തിൽ നമ്മളെ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. ഒരുപാട് അവകാശവാദങ്ങളൊന്നും നേരത്തെ പറഞ്ഞ പോലെ വെറുപ്പിക്കൂല, എന്തായാലും ആരെയും വെറുപ്പിക്കൂല. കണ്ടിരിക്കാം, കണ്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പാക്കേജിൽ പണം കണ്ടുപോരാന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അറിയാത്തവരെ നിങ്ങൾ അറിയിക്കാം. ഈ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബസൂക്കയിലേക്ക് വിളിക്കുന്നത് കേട്ടിരുന്നു. ബസൂക്കയുടെ എന്തെങ്കിലും അപ്ഡേഷൻസ് പറയാൻ പറ്റുമോ? ഞാനത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ക്യാരക്ടറോ അങ്ങനെ എപ്പോഴാണ് ഒന്നും പറയാനായിട്ടില്ല. ബസൂക്ക ഇതെന്താ പറയുക, ഇതിനു വേണ്ടി പറയലെന്ന് പറയും. അതുകൊണ്ടാ എന്റെ ജോലി പോകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മലബാർ ഏരിയയിൽ കുറേ തിയേറ്ററുകൾ ഞാൻ കയറിയിരുന്നു. അപ്പോൾ അവിടെയുള്ള സാധാരണ ആളുകളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ, പക്ഷേ നമ്മളെ വെറുപ്പിച്ചിട്ടില്ല എന്നുള്ള ഭയങ്കര ജെന്യുവനായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. എനിക്കും അത് തന്നെയാണ്. ഈ സിനിമയിൽ ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കും, ഞെട്ടിക്കും. അങ്ങനെയൊന്നും നമ്മൾ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഒരു വീമ്പ് വർത്തമാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സിനിമ നിങ്ങളെ വെറുപ്പിക്കില്ല. നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ അതിൽ ട്രാവൽ ചെയ്യാൻ കഴിയും, അത് എൻജോയ് ചെയ്യാൻ കഴിയും തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ പറഞ്ഞ പോലെ പ്രൊമോഷന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചതാണ്. രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ ഈ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്കാവാതെ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിച്ച മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് കൊടുത്ത് കുറവ് വരുന്ന എനിക്ക് തോന്നുന്നു. പടത്തിന്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിതിനകത്ത് സംസാരിക്കുന്നത് അനധികൃത മണൽക്കടത്ത്, മണൽ മാഫിയ പോലുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.